ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കേട്ടിട്ടിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താലോ? 1 മിനിറ്റിൽ 1 മാർക്ക്. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ആഫ്റ്റർ റിപ്പീറ്റഡ് പെയറിംഗ് ഓഫ് എ ടോൺ വിത്ത് മീറ്റ് പൗഡർ, Pavlov found that a dog will salivate when the tone is presented. Salivation to the tone is an or unconditioned stimulus, unconditioned response, conditioned stimulus and the conditioned response. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ പാവ്ലോവിനെ എല്ലാവർക്കും അറിയാം. പാവ്ലോവ് ആരിലാണ് ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്? പട്ടിയിലാണ്, അല്ലെ? ഡോഗിലാണ്. അപ്പോൾ നമ്മൾ എന്താണ് അത് അങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. പാവ്ലോവിന്റെ പട്ടിയും തോണ്ടേക്കിന്റെ പൂച്ചയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ പാവ്ലോവ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാംസിനും കൃത്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ നിന്ന് ഒഴിവാക്കാൻ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് 1 മാർക്ക് നിങ്ങൾക്ക് ഇതിന് ഉറപ്പാണ്. അപ്പൊ ഇവിടെ കുറച്ച് വേർഡുകൾ എടുത്തിട്ടുണ്ട്: അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ എന്താണ് ഇതെന്ന്. അപ്പൊ നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് എടുക്കാം. അതായത് ബിഫോർ കണ്ടീഷനിങ്. ഒരു പട്ടിയില പരീക്ഷണം നടത്തിയതെന്ന് പറഞ്ഞില്ലേ? സ്വാഭാവികമായിട്ടും ഒരു പട്ടിയുടെ മുന്നിലേക്ക് മീറ്റ് പൗഡർ കൊണ്ടുവയ്ക്കുമ്പോൾ അതിനെന്തുണ്ടാവും? ഒരു എന്താണ് റെസ്പോൺസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അവിടെ കൊടുത്ത ആദ്യം കണ്ടീഷന് മുന്നേ നമ്മൾ കൊടുത്ത സ്റ്റിമുലസ്, അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, ഞാൻ US എന്ന് എഴുതാണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മീറ്റ് പൗഡർ ആണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് മീറ്റ് പൗഡറാ. അവിടെ അൺകണ്ടീഷണഡ് ആയിട്ടുള്ള റെസ്പോൺസ് UR എന്താണ്? സലൈവേറ്റ് ചെയ്യും, അല്ലെ? സലൈവേറ്റ് ചെയ്യും. ഓക്കെ, ഇനി കണ്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഡ്യൂറിങ് കണ്ടീഷനിൽ എന്ത് ചെയ്തു? നമ്മുടെ പാവ്ലോവ് ഈ മീറ്റ് പൗഡർ കൊടുക്കുന്ന സമയത്ത് മീറ്റ് പൗഡർ കൊണ്ടുവച്ചിട്ട് റിപ്പീറ്റഡ്ലി ഒരു ബെൽ അടിക്കാൻ തുടങ്ങി. ആ ബെല്ലിനെയാണ് ഇവിടെ നമ്മൾ ബെല്ല് അല്ലെങ്കിൽ എന്താണ് ഒരു ടോൺ കൊടുക്കാൻ തുടങ്ങി, അല്ലെ? അപ്പോ അവിടെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്തായി? ബെല്ലിന്റെ സൗണ്ട് ആയി. ന്യൂട്രൽ സ്റ്റിമുലസ് എന്താണ്? ബെല്ലിന്റെ സൗണ്ട് ആയി അല്ലെങ്കിൽ ബെല്ലായി. അവിടെ പാവ്ലോവ് എന്ത് ചെയ്തു? റിപ്പീറ്റഡ്ലി ഈ ടോണ് മീറ്റ് പൗഡറുമായിട്ട് പെയർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പൊ ഇത് ബിഫോർ കണ്ടീഷനിങ് ആണ്. BS എന്ന് പറഞ്ഞാൽ ബിഫോർ, BC എന്ന് പറഞ്ഞാൽ ബിഫോർ കണ്ടീഷനിങ്. കണ്ടീഷന്റെ സമയത്ത് എന്ത് ചെയ്തു? ബെല്ല് സ്ഥിരമായിട്ട് പെയർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോ ഇതെന്താണ്? പട്ടിക്ക് സ്ഥിരമായി. കാരണം ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് കിട്ടും? മീറ്റ് പൗഡർ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോ ആഫ്റ്റർ കണ്ടീഷനിങ് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ നമ്മുടെ പാവ്ലോവ് എന്ത് ചെയ്തു? വെറുതെ മീറ്റ് പൗഡർ കൊണ്ടുവച്ചില്ല, ആ ബെല്ല് മാത്രം അടിക്കാൻ തുടങ്ങി, ആ ടോണ് മാത്രം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ടോണ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബെല്ല് കേൾക്കുമ്പോൾ പട്ടി എന്താണ്? കൂടിന് പുറത്തേക്ക് വരാൻ തുടങ്ങി. പട്ടിയുടെ വിചാരം എന്താണ്? അവിടെ മീറ്റ് പൗഡർ ഉണ്ട് എന്ന്. അപ്പോൾ CS അവിടുത്തെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ബെല്ല് അല്ലെങ്കിൽ ടോൺ ആണ്. ഓക്കെ, അവിടുത്തെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണ്? സലൈവേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ റിപ്പീറ്റഡ് പെയറിംഗ് ഓഫ് എ ടോൺ വിത്ത് മീറ്റ് പൗഡർ. അപ്പൊ എന്താണ് ഇങ്ങനെ ടോൺ ചെയ്തത്? ഡ്യൂറിങ് കണ്ടീഷനിലാണ്. അപ്പൊ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ആഫ്റ്റർ കണ്ടീഷനിങ് സ്റ്റേജ് ആണ്. Pavlov found that a dog will salivate when the tone is presented. അപ്പൊ salivation to the tone എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണോ? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണോ? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണോ? കണ്ടീഷൻഡ് റെസ്പോൺസ് ആണോ? പെട്ടെന്ന് ഉത്തരം പറഞ്ഞ ഇതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. എന്താണ്? നമ്മൾ ഇതാ ഇവിടെ എഴുതി വെച്ചു, കണ്ടീഷൻഡ് റെസ്പോൺസ്. അപ്പം എന്താണ്? നമ്മുടെ 1 മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പാണ്. ഇനി പാവ്ലോവിന്റെ പോർഷനിൽ നിന്ന് ഏതൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് കൃത്യമായിട്ട് അറിയാലോ. അപ്പോൾ നമുക്ക് എന്താണ് കോച്ചിങ് ഉണ്ട് എങ്കിൽ കേട്ടിട്ട് വളരെ സിമ്പിൾ ആണ്.